ഗൈസ് എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഉടക്ക് ചൂണ്ടായിട്ടിട്ട് നമ്മൾ നച്ചറൊക്കെ പിടിക്കാറുണ്ട്. ഇതിപ്പോൾ ഹാർബറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പൈഡർ ഹുക്കാണ് കേട്ടോ. സാധാരണ ഇത് കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ മാവാണ് വെക്കുന്നത്. നമ്മൾ കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടി മാവാണ് സാധാരണ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ചാള സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചാള ചതച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇറക്കി വെച്ച് നോക്കാൻ പോവുകയാണ്. അറിയത്തില്ല നെച്ചറ കിട്ടുമില്ലെന്ന് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൊണ്ടുവന്നൊരു ചാള എടുക്കുന്നുണ്ട്. ചാള ഒന്ന് നമ്മൾ ചവിട്ടി വീതിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചാള നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇട്ട് നോക്കാം. ഗൈസ്, കുറച്ച് അധികം നേരമായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിട്ട ബെയ്റ്റിലാണെങ്കിൽ ചെറിയ തട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അതും അടിച്ചിട്ട് ഹുക്കൊന്നും ആവുന്നില്ല. കട്ട പോസ്റ്റാണ് കേട്ടോ കുറേ നേരമായിട്ട്. നമ്മൾ അനിച്ചേട്ട തൊട്ടടുത്ത് നിന്ന് ട്രിപ്പിൾ ഹുക്കിൽ ഒരു തേടിന് അടിച്ച് അടിക്കുന്നുണ്ട്. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഈ വീഡിയോ എടുത്തിരിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. കാരണം അന്ന് മീനുകളെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതേ അവസ്ഥ തന്നെയാണ് ഇന്നും. ചെറിയ ചെറിയ തട്ട് മാത്രമേ ഉള്ളൂ. അടിച്ചിട്ട് ഹുക്കാവുന്നില്ല. ഗൈസ്, അങ്ങനെ കിട്ടിയപ്പോൾ ഒരു സൈസ് പൂല തന്നെയാണ് അടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീരാളി ചൂണ്ട അഥവാ സ്പൈഡർ റോക്ക് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്പൈഡർ റോക്ക് നമ്മുടെ ഈ പൂവിനകത്തുള്ള മീനുകളെ പിടിക്കാൻ, ചാളയായിട്ട് പിടിക്കാൻ അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ മീൻ നമ്മൾ ഈ ചാള വെക്കുമ്പോൾ ഇത്തിരി വലുതായിട്ടാണ് ഇരിക്കുന്നത്. തീറ്റി ഇതിൻ്റെ അകത്തോട്ട് കയറി എടുക്കുന്നില്ല. നമ്മൾ മാവ് വയ്ക്കുമ്പോൾ ഈ ഹുക്കകത്തിരിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇത് വെച്ച് ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. എന്നിട്ടും എന്തോ ലക്കിനൊക്കെയാണ് കയറി ഇതുപോലെ അടിക്കുന്നത് കേട്ടോ. ട്രിപ്പിൾ ഹുക്ക് ഇട്ട് അടിക്കുന്നത് തന്നെയാണ് കൂടുതൽ എഫക്റ്റീവ്. ജസ്റ്റ് ട്രൈ നോക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.